ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ജനുവരി ട്രാൻസ്ഫർ ജാലകം അതിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് ഇപ്പോൾ ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഇതിനോടകം തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. 8 താരങ്ങൾ ക്ലബ്ബ് വിട്ടു, 2 താരങ്ങൾ മാത്രമാണ് ക്ലബിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ചില താരങ്ങൾ പുറത്തു പോകാനും ചില താരങ്ങൾ വരാനും സാധ്യതയുണ്ട് എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് IFT ന്യൂസ് മീഡിയ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ ഗോൾ കീപ്പറായ സോംകുമാർ ഇപ്പോൾ ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. അദ്ദേഹം ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ സ്ലോവേനിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങാനാണ് സാധ്യത എന്നാണ് IFT ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോൾ കീപ്പറെ ഉടൻ തന്നെ അനൗൺസ് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പും ഇപ്പോൾ IFT ന്യൂസ് മീഡിയ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, യുവതാരമായ സോംകുമാർ സ്ലോവേനിയൻ ലീഗിൽ കളിച്ച് പരിചയമുള്ള താരമാണ്. അവിടെ നിന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നത്. 4 ISL മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം ഗോൾ വല കാത്തു. പക്ഷേ പരിചയസമ്പത്തിന്റെ കുറവ് കൊണ്ട് തന്നെ ചില മിസ്റ്റേക്കുകൾ അദ്ദേഹം വരുത്തി വെച്ചിരുന്നു. ക്ലീൻ ഷീറ്റുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ മോശമായതുകൊണ്ട് തന്നെ ഒരു ഗോൾ കീപ്പറെ ഉടൻ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിർബന്ധിതരായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ടാവണം ഇപ്പോൾ സോംകുമാർ ക്ലബ്ബ് വിടേണ്ടി വരുന്നത്. നോറ ഫെർണാണ്ടസ് ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.